ഷിക്കാഗോ രൂപതയുടെ രജത ജൂബിലി കൺവെൻഷനോടനുബന്ധിച്ച് മെക്കോർമിക് പ്ലേസിലെത്തിയപ്പോൾ കാണാനിടയായ വളരെ മനോഹരമായ ഒരു കുടുംബമാണ്. ഇത് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ്. ഇവരുടെ ഏറ്റവും മുതിർന്ന കുട്ടി ഇപ്പൊ നമ്മുടെ കൂടെയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും വലിയ ഒരു സിറോ മലബാർ ഫാമിലിയെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് ഹായ്, ആദ്യം ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വിവാഹം കഴിഞ്ഞിട്ട് 17 years. 17 years. ഞാൻ 17 yearsൽ നിങ്ങൾക്ക് 7 കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ഫാമിലി ഒരു ഡിസിഷൻ എടുത്തത്? ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടല്ല കല്യാണം കഴിച്ചതൊന്നും. പക്ഷെ എപ്പോഴും ലൈഫിനോട് ഓപ്പൺ ആയിട്ട് ഈശോ തരുന്നത് എത്രയാണെങ്കിലും അത് റിസീവ് ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടായിരുന്നു. അപ്പം ഇത്രയും നമ്പർ ഒന്നും നമ്മൾ പറഞ്ഞില്ല, പിന്നെ ദൈവം തന്നപ്പോൾ നമ്മൾ റിസീവ് ചെയ്തു. ഇന്നത്തെ ഒരു കൾച്ചറില് ഓപ്പൺ ലൈഫ് എന്നൊരു കൺസെപ്റ്റ് പലർക്കും ഇല്ല. പലരും അങ്ങനെ ജീവനോട് ഉള്ള തുറവിയോട് കൂടിയല്ല വിവാഹത്തിലേക്ക് കടന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺവെൻഷൻ, അങ്ങനെ ഒരു ബോധ്യം അതെവിടെ നിന്ന്? നമ്മള് വളർന്നു വന്നത് ഇങ്ങനെ ഒരു കാത്തലിക് ഒരു ഗ്രൂപ്പില് ആയതുകൊണ്ട് പലപ്പോഴും ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പും കല്യാണം കഴിച്ചിട്ടും ഒത്തിരി മക്കളുള്ള ഫാമിലീസിനെ കാണുമായിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു പള്ളി വന്നെല്ലാം ഇങ്ങനെ അടിഞ്ഞി പിള്ളേരെല്ലാം കൂടി ഇരിക്കുന്നു. അപ്പൊ ഞാൻ എന്ന് ഓർത്തിട്ടുണ്ട്, എങ്ങനെയാ ഇത്ര കുഞ്ഞു പിള്ളേർ, എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പം അതെപ്പോഴും ഞാനൊരു സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട്. പിന്നെ ജീസസ് യൂത്ത് ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേരുമായിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പം അതിനകത്ത് എന്തോ ഒരു സന്തോഷം നമുക്ക് തോന്നി തുടങ്ങി. അപ്പം കുഞ്ഞുങ്ങളെ റിസീവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം നാച്ചുറലി നമുക്കുണ്ടായിരുന്നു. പിന്നെ ഓരോ കുഞ്ഞുണ്ടായപ്പോഴും ഞങ്ങളുടെ തമ്മിലുള്ള ആ സ്നേഹം കൂടുന്നതല്ലാതെ ഒരിക്കലും എപ്പോഴും നമ്മളുടെ തോന്നല് ഈ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം കുഞ്ഞുങ്ങൾ വന്നതിനനുസരിച്ച് ഞങ്ങളുടെ ബന്ധം കൂടുതൽ നല്ലതാകുന്നത് പോലെ തോന്നി. സോ അതും ഞങ്ങളെ ഇൻസ്പയർ ചെയ്തു. പലപ്പോഴും കുട്ടികളെ വളർത്തുക, കുട്ടികൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് അമേരിക്കയിലുള്ള ചേച്ചി ഇമിഗ്രന്റ് ആണ്, ആ ഒരു കോണ്ടെക്സ്റ്റില് നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും ലോകത്തെ മറ്റു പല ഭാഗങ്ങളിലും പലർക്കും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വ്യഗ്രത കാരണം കുട്ടികളെ വേണ്ടാൻ തീരുമാനിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ സ്വന്തം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള തരത്തിൽ പറയാൻ സാധിക്കും. I think ആദ്യം നോക്കേണ്ടത് if പഴയ കാലത്തിൽ my grandparents, they were very poor, and yet they had 5, 8, 10, 12 kids, and they were able to manage. So I don't know if you compare it like that. I don't know then ഞങ്ങൾക്ക് എപ്പോഴും ജോലിയുണ്ട്, നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. We live in this country, and well, why not? Yes, it's hard. It's not easy. To make everything work is financially not very easy at all. But like the rest of that, God takes care of. And if we're open to His will, then He'll take care of us in that way. ഒരു ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളെ ഹോം സ്കൂൾ നിങ്ങൾക്ക് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഹോം സ്കൂളിന് പോസിബിൾ ആകും? എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പിള്ളേരെ നോക്കുവാണ്. സോ അതുകൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. സോണി മാത്രമല്ല ജോലി ചെയ്യുന്നു. സോ വീട്ടിലിരുന്ന് നോക്കാൻ നമുക്ക് സമയം കൂടുതലുണ്ട്. പല ഏജിലുള്ള കുട്ടികളാണ്. അപ്പൊ പലപ്പോഴും സ്കൂളുകളിൽ പല അധ്യാപകരുണ്ടായിട്ട് 40 കുട്ടികളെ അല്ലെങ്കിൽ 30 കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത് അതെങ്ങനെയാണ് സാധ്യത? ഞാനത് ഒരിക്കലും ഒത്തിരി ഈസിയാന്ന് പറയുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാരെയും. എസ്പെഷ്യലി കുഞ്ഞുങ്ങളെ നമ്മളെ ഒത്തിരി നോക്കണം, അവർക്ക് ഒത്തിരി സമയത്തിന്റെ ആവശ്യമാണ്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൂത്ത പിള്ളേർ ഇച്ചിരി വലുതാകുന്നതിനനുസരിച്ച് അവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം മൂത്ത ഒരാള് രണ്ടുപേരും നോക്കുന്ന സമയത്ത് ഞാൻ വേറൊരാളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ മൂത്തവരെ ഇളയവരെ പഠിപ്പിക്കും. അങ്ങനെ അങ്ങോട്ടൊക്കെ നമ്മൾ ഒരുമിച്ച് ഉള്ള ഒരു ഇതാണ് നമ്മൾ ഹോം സ്കൂളിൽ കൂടി ഇപ്പം ചെയ്യുന്നത്. ചില ദിവസങ്ങളിലൊക്കെ
നമ്മുടെ സ്കൂളിലെ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിക്കുക എന്നുള്ളതല്ല ഹോം സ്കൂളിൽ. നമ്മൾ ഒരു കൊച്ചിനെ മാത്രമല്ലേ ഉള്ളൂ, 40 പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ട ഒരു കുറച്ച് മാത്രം ചെയ്താൽ മതി. സോ ഫുൾ ഡേ പിന്നെ 1-on-1 അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അവര് തമ്മിലൊരു ബന്ധം വരും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും നോക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനായിട്ട് മൂത്ത ചേച്ചിമാരും ചേട്ടനും ഒക്കെ സഹായിക്കാറുണ്ട്. ഒരു ചോദ്യം കൂടെ. സിറോ മലബാർ സഭ അംഗങ്ങൾ എന്ന നിലയിൽ സഭ ഈ ഒരു കുടുംബത്തിന്, നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന ഒരു ആത്മീയവും അതുപോലെ മറ്റൊരു ഒരു 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 കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് സിസ്റ്റം സഭയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ചേർച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ പോഷണത്തിന് ഒരുപാട് I would say ഏറ്റവും ചർച്ച നമ്മളെ സഹായിക്കുന്ന സാക്രിമെന്റ്സിൽ കൂടെയാണ്. ഞങ്ങള് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. മാക്സിമം ദിവസം പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രീമൽവാർ പള്ളിയുടെ ഷിക്കാഗോയിലെ ശ്രീമൽവാർ കത്തീഡ്രലിന്റെ അടുത്താണ് താമസിക്കുന്നത്. സോ വി മേക്ക് ഷുവർ എല്ലാ ദിവസവും 5:30 ഇംഗ്ലീഷ് കുർബാന. സോ കൊച്ചുങ്ങൾക്ക് മനസ്സിലാകും ഇംഗ്ലീഷിലാകും. സോ ദാറ്റ്സ് ദ ബിഗ് തിങ്. പിന്നെ നമ്മുടെ അച്ഛന്മാരും ഒക്കെ നമ്മളെ വിസിറ്റ് ചെയ്യുകയും പിള്ളേരോട് സംസാരിക്കുകയും അവരോട് ആ സ്നേഹം കാണിക്കുന്ന ഒത്തിരി അവരെ അത് ഒത്തിരി ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഐ തിങ്ക് ദാറ്റ് മെയിൻലി കുർബാനയാണ് ഞങ്ങൾ ഏറ്റവും പിടിച്ചു നിർത്തുന്ന സഭ തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. ഒരുപാട് സന്തോഷം. ഈ അമേരിക്ക പോലത്തെ കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള അമേരിക്ക പോലത്തെ ഒരു രാജ്യത്ത് കൗണ്ടർ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബിസിനസ് കൊടുക്കാൻ സാധിക്കുന്നതായത് 7 കടലുകൾ കടന്ന് കേരളത്തിലെത്തി അനേകം പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.